എസിനെ ആലോചിക്കുന്നത്. കാരണം സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ അന്തസ്സിനും വേണ്ടി പോരാടിയ ഇത്രയും വലിയൊരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെ ഓർക്കുന്നു? ഇനി ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. സഖാവിന് വേണ്ടി ജീവൻ പണയം വയ്ക്കാനും തയ്യാറായി നിൽക്കുന്നു. ഇന്നൊരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഞാനാണ്. സഖാവിനെ അവസാനമായി വന്ന് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. ആശുപത്രിയിൽ നിന്ന് 2-3 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് 1 മാസം കഴിഞ്ഞു. പക്ഷേ സഖാവിനൊന്ന് ലാസ്റ്റ് ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമല്ലേ നമുക്ക് വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് സഖാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലൊരു മെമ്പറിനെ പോലെയാണ്. എനിക്കൊരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ സഖാവിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി എനിക്കൊരു സഹായം തന്ന ഒരാളാണ്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ വളരെ സങ്കടമായ കാര്യം. 2:30 മണി മുതൽ കാത്തേക്കുക. സമയം ഇത്രയായി. കണ്ടിട്ട് പോകും. സഖാവിനെ കുറിച്ച് എന്ത് പറയാനാ? ഓരോ വ്യക്തിക്കും ഓരോ ഓർമ്മകളാണ്. സഖാവ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, കുട്ടനാട്ടിലെ അതുപോലെ നമ്മൾ ഏറ്റവും സഖാവിനെ ഓർക്കുന്നത് സ്ത്രീകളുടെ സൂര്യനെല്ലി കേസിലെ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പോരാടി. അതുപോലെ ഇവിടെ മുത്തങ്ങ കേസ്, ഇതെല്ലാം മൂന്നാർ കേസ്, ഇതെല്ലാം ഏറ്റവും ആരോഗ്യം പോലും ഭാഗവയ്ക്കാതെ കൊണ്ട് ആ മല കയറിയത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലോർക്കുക. നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മരിക്കത്തില്ല ഒരിക്കലും. പുതുതലമുറയ്ക്കും അതൊരു പ്രചോദനമായിരിക്കും. അറിയാമോ? എന്തൊക്കെ അറിയുന്നത്? ആരാ പറഞ്ഞു തന്നത്? എന്തൊക്കെയാണ് മോക്ക് പറയുന്നത്? ഇതിനെ കുറിച്ച് എന്ത് മുദ്രാവാക്യമാണ് വിളിക്കുന്നത് സാധാരണ? കണ്ണേകരളെ VS എന്ന് വിളിക്കാറുണ്ട്. പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് VS അച്യുതാനന്ദനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ പടത്തലവൻ്റെ പാവങ്ങളായ അനുയായികളാണ് ഈ വഴിത്താരയിൽ നിൽക്കുന്നത്. അവരാണ് VSനെ കുറിച്ച് ഉജ്ജ്വലമായ സ്മരണകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ പ്രജ്ഞയിൽ എത്രത്തോളം ഇഞ്ച് VS സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ നേരത്തെ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകും.